CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ ആദ്യ ഭാഗം വായിച്ച് തുടങ്ങാം. വന്ദേ മാതരം ആയുധമാകുമ്പോൾ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ വാചകം. അതിനുശേഷം പറയുന്നു, വന്ദേ മാതരം ഇന്ന് ഒരു ഗീതം മാത്രമല്ല, സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ ആയുധമാണ്. ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം. നിഷ്ഠൂരമായി കൊന്നു തള്ളുന്നതിന് മുൻപ് വർഗീയവാദികൾ ഇഹ്സാൻ ജാഫ്രിയോട് ആജ്ഞാപിച്ചത് വന്ദേ മാതരം ചൊല്ലാനാണ്. അതിനുശേഷം അവസാന പാരഗ്രാഫിൽ പറയുന്നു, മതനിരപേക്ഷ ഇന്ത്യയെ കൊല്ലാൻ പാഞ്ഞെടുക്കുന്ന വർഗീയവാദികളെ പോലെ ആട്ടിൻ തോലണിഞ്ഞ ഒറ്റുകാരെയും തിരിച്ചറിയേണ്ടതുണ്ട്. വലതുപക്ഷ വർഗീയ സഖ്യത്തെ തുറന്നു കാണിച്ചും ഒറ്റപ്പെടുത്തിയും മാത്രമേ മതനിരപേക്ഷ ഇന്ത്യക്ക് നിലനിൽക്കാനാവൂ എന്നാണ് എം സ്വരാജ് ഈ പോസ്റ്റ് ഇടുന്നത്. AICCയിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയ പശ്ചാത്തലത്തിലാണ്. അത് ചിലപ്പോൾ ഒരു സംഘാടന പിഴവായിരിക്കാം, പക്ഷേ അവിടെ പുലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ. അത് ചിലപ്പോൾ ഒരു കൈപ്പിഴയായിരിക്കാം. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ വലിയൊരു തെറ്റുണ്ട്, ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വെറും ജാഗ്രത പോരായിരുന്നു, അതിജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് ആ ജാഗ്രത പുലർത്തിയില്ല എന്നതിന് കോൺഗ്രസ് നേതൃത്വം തന്നെ മറുപടി പറയട്ടെ. AICC അക്കാര്യം വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല പ്രശ്നം, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിലും മുഴുവൻ വന്ദേ മാതരവും ചൊല്ലി, എല്ലാ ചടങ്ങുകളിലും ചൊല്ലി. എന്തുകൊണ്ട്? ആരാണ് നിർദ്ദേശം നൽകിയത്? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ. എന്ന് വെച്ചാൽ കോൺഗ്രസിന് വന്ദേ മാതരത്തോട് രാഷ്ട്രീയമായി എതിർപ്പില്ല മുഴുവൻ ചൊല്ലുന്നതിനോട്. അതുതന്നെയാണ് AICCയുടെ ആസ്ഥാനത്തും നടന്നത്. ചൊല്ലിത്തുടങ്ങിയപ്പോൾ, പാടിത്തുടങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി എന്നത് സത്യമാണ്. എന്നാൽ ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വന്ദേ മാതരം മുഴുവൻ പാടിയത് എന്ന ചോദ്യത്തിനും കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ആകെ ആശയക്കുഴപ്പമായിരുന്നു. ആദ്യം മുതൽ ആശയക്കുഴപ്പം. കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് ആ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കേന്ദ്രം നൽകിയ ഒരു കത്ത് ചീഫ് സെക്രട്ടറി താഴേക്ക് കൈമാറുന്നു, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കൈമാറുന്നു, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്ക് കൈമാറുന്നു. അത് ഒരു കത്ത് കിട്ടി, ആ കത്ത് കൈമാറുക മാത്രമേ ചെയ്തുള്ളൂ ചീഫ് സെക്രട്ടറി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ വലിയ കാര്യമില്ല എന്ന്. ഒരു കത്ത് ചീഫ് സെക്രട്ടറി, അതും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ അക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് കത്ത് താഴോട്ട് പോകുന്നത് എന്നോർക്കണം. അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. തൊട്ടടുത്ത ദിവസം, പിന്നീട് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഒരു നിർദ്ദേശം, മാർഗനിർദ്ദേശം താഴോട്ട് പോയി, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ. അതിൽ ദേശീയ ഗാനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, വന്ദേ മാതരത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതിലെങ്കിലും പറയാമായിരുന്നു, വന്ദേ മാതരം ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമേ, ഖണ്ഡിക മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം കൊടുക്കാമായിരുന്നു. അത് കൊടുത്തില്ല, മൗനം പാലിച്ചു. നേരത്തെ ചീഫ് സെക്രട്ടറി നൽകിയ കത്തുണ്ട്, നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പിൻവലിക്കണം എന്ന ആവശ്യം പല ഘട്ടത്തിൽ ഉയർന്നു വന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്നാൽ പിൻവലിക്കാൻ തയ്യാറായില്ല സംസ്ഥാന സർക്കാർ. ഇതെല്ലാം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ഇന്ന് സ്വാതന്ത്ര്യദിന പരേഡിൽ എവിടെയും വന്ദേ മാതരം ചൊല്ലിയില്ല. സർക്കാർ ശക്തമായ നിലപാടെടുത്തു. അത് വളരെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ വനം വകുപ്പ് ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവൻ ചൊല്ലി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായ നിലപാടെടുത്ത്, രാഷ്ട്രീയ നിലപാടെടുത്ത് താഴേക്ക് വിവരം കൊടുക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചാൽ മതി, ഇതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവൻ ചൊല്ലില്ലായിരുന്നു, പാടില്ലായിരുന്നു. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ, പലവട്ടം ചോദിച്ചപ്പോൾ, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയോ വിശദീകരണം നൽകുകയോ ആണ് ചെയ്തത്. കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്, ബില്ല് പാസ്സായി, നിയമമായി.
ഇനിയിപ്പോൾ സംസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാടുന്നവർ പാടിക്കോട്ടെ, പാടാത്തവർ പാടേണ്ട. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചു വന്ദേ മാതരം പ്രശ്നത്തിൽ. അതാണ് കേരളത്തിൽ ചർച്ചയായി മാറിയതും. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഉത്തരമാണ് AICCയിൽ സംഭവിച്ചതും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതും. അവർ എന്ന് വെച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയമായി വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നതിനെ എതിർക്കുന്നില്ല, അവർക്കതിന് എതിർപ്പില്ല. പക്ഷെ വിമർശനം ഉയർന്നു വരും എന്ന് പേടിച്ച് ചില നാടകങ്ങൾ, ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തിനും ഉത്തരവാദി കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ്. മുസ്ലിം ലീഗെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം, ഒരു എതിരഭിപ്രായം എങ്കിലും പറയേണ്ടതായിരുന്നു. പക്ഷേ അവർ പറയില്ല. അവർക്ക് ഭരണമാണ് പ്രശ്നം, മന്ത്രിസ്ഥാനമാണ് പ്രശ്നം. അതുകൊണ്ട് അവരിൽ നിന്ന് പോലും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഈ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ കോൺഗ്രസിനും വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നതിന് എതിർപ്പില്ല, ചൊല്ലേണ്ടവർ ചൊല്ലിക്കോട്ടെ എന്ന നിലപാടെടുക്കുകയും ഒരാശയക്കുഴപ്പം സൃഷ്ടിച്ച് വ്യക്തത വരുത്താതെ പാടുന്നവർ പാടട്ടെ, പാടാത്തവർ പാടണ്ട എന്ന അഴകുഴമ്പൻ നിലപാട്, അതാണ് കേരളത്തിൽ സംഭവിച്ചത്. അതുതന്നെയാണ്, അതിൻ്റെ ഒരു വലിയ രൂപമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കണ്ടത്, AICC ആസ്ഥാനത്തും കണ്ടത്.